ഒരു ഒരു പാട്ട് ഞാൻ നിർബന്ധിച്ച് പഠിച്ചൊരു പാട്ടാണ്. അതൊന്ന് ഞാനൊന്ന് ഇവിടെ ഓർക്കസ്ട്ര പിന്നെ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാം. അതൊന്ന് പാടിക്കോട്ടെ. വേറെ ഒന്നുമല്ല, രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകൾ പാടിയാണല്ലോ പന്തളംപാലം ഉണ്ടായത്. സത്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായ ചൂള എന്ന ചിത്രത്തിലെ താരകെ മിഴിയതലിൽ കണ്ണീരുമായി എന്ന ഗാനം ഒന്ന് പാടി ഇതൊരു തുടക്കമാകട്ടെ. അതിനുശേഷം അവസാനത്തെ പാട്ട്. മിഴിതളിൽ കണ്ണീരുമായി താഴെ തിരയുവതാരേ നീ ഏതോ കിനാവിൻ്റെ ഏകാന്ത തീരത്തിൽ ഒലിഞ്ഞുവോ നിൻ പുഞ്ചിരി മോഹങ്ങളിന്നും നിന്നെ പുൽകുമോ മനസ്സിൻ്റെ മായാവാതിൽ തുറന്നിടും നൊമ്പരത്താ നീരാഗ പൂജ ചെയ്യുമോ താരകേ മിഴിതളിൽ കണ്ണീരുമായി തിരയുവതാരേ നീ നോവുന്ന സ്വപ്നങ്ങൾ തൻ ചിതയിൽ നീരിയാറുണ്ടോ കണ്ണീരിലൂടെ ചിരി തൂകുമോ തമസിൻ്റെ മേടയ്ക്കുള്ളിൽ വിതുമ്പുന്നൊരോർമ്മ പോലെ എന്നും തപം ചെയ്യുമോ താരകേ മിഴിതളിൽ കണ്ണീരുമായി താഴെ തിരയുവതാരേ നീ ഏതോ കിനാവിൻ്റെ ഏകാന്ത തീരത്തിൽ ഒലിഞ്ഞുവോ നിൻ പുഞ്ചിരി ഒരുപാട് കാലത്തെ ആഗ്രഹം ഈ പാടുന്നു പുറത്ത് പാടണം. ഇന്നാണ് സാധിച്ചത്. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു മണക്കാട് രാമേന്ദ്രൻ ചേട്ടൻ, വയലാർ സാംസ്കാരിക വേദി. അവസരങ്ങളുണ്ട്, പക്ഷേ പലപ്പോഴും ഒന്നും പാടാനുള്ള സാഹചര്യങ്ങളില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. എന്തായാലും ഒരുപാട് സന്തോഷം. സാംസ്കാരികോത്സവത്തിൻ്റെ 1-ാം ദിവസമായ ഇന്ന്
വേദിയിൽ ഒരു ഇത്രയും സമയം പാടാൻ സാധിച്ചത് എനിക്കും എന്നോടൊപ്പം പാടി എൻ്റെ ശിഷ്യർക്കും, എല്ലാവരും ശിഷ്യരാണ്, പാടി എല്ലാവരും. അതും ഇനി ശിഷ്യപ്പെടും. ഇവിടെ വന്നോണം, ഫീസില്ല, ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഫ്രീ ആയിട്ടൂടെ പഠിപ്പിക്കണം. എനിക്ക് പണം കിട്ടണമെന്ന് മാത്രം ചിന്തിക്കാതെ. ഞങ്ങൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് പാവങ്ങൾ ഉള്ള സ്ഥലമാണ് നെടുമങ്ങാട്. അവിടെ ഒരുപാട് പാവപ്പെട്ടവർ പഠിക്കുന്നുണ്ട്. ഫീസ് ഞാൻ അല്ലാതെ വാങ്ങിക്കുന്ന പേഴ്സണൽ ട്യൂഷനൊക്കെ വലിയ ഫീസാണ്. പക്ഷേ അവിടെ പഠിക്കുന്ന സാധാരണക്കാർ വളരെ, ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കും. അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ അവസരങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ മാത്രം അവരുടെ പ്രതിഭ. ഈ കാർത്തിക കഴിഞ്ഞ വർഷം, ഈ കാർത്തിക ഉഗ്രം പാട്ടുകാരിയാണ്. ഈ പിന്നെ ഭാവയാമി പാടുമെൻ്റെ ജീവനാടികളിൽ, അതൊക്കെ പാടിയാണ് ഫ്ലാറ്റ് കിട്ടുന്നത്. സാധാരണ 1 കോടി രൂപയുടെ ഫ്ലാറ്റൊക്കെ കിട്ടുന്ന പാട്ട്. അതൊക്കെ മനോഹരമായിട്ട് പാടുന്ന കൊച്ചിന് പവേഴ്സിൽ പോയി പാടിയിട്ട് അവർ അഡ്മിഷൻ കൊടുത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എവിടെയാണിത്? എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പം ഫോക്കസ് ഇല്ലാതെ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് വലിയ ഒരു ഉദാഹരണം, വലിയ പ്ലാറ്റ്ഫോമാണ് വയലാർ സാംസ്കാരിക വേദി കൊടുക്കുന്നത്. നല്ല കയ്യടിയോടെ എത്ര പേരെയാണ് നമുക്കിവിടെ പരിചയപ്പെടാൻ സാധിച്ചത്. സത്യം പറയുകയാണ്, ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ സാധിക്കും. തിരുവനന്തപുരത്തുള്ള വേറെ കാര്യമാണ്, അല്ലാതുള്ള വേറെ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും പണ്ടത്തെ പലരും ഇപ്പോൾ കാണില്ല. ഇപ്പോൾ എല്ലാം പുതിയ ആൾക്കാർ. അതായത് ഇത് പുതിയ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് പുത്തരിക്കണ്ടത്ത് നടന്ന പരിപാടികളൊക്കെ ഗംഭീരമായ പരിപാടികളായിരുന്നു. ഇന്ന് ഇതും അതിൻ്റെ ഒരു തുടക്കമാകട്ടെ. ഈ വരും ദിവസങ്ങളിലൊക്കെ സമയമുണ്ടപ്പോൾ ഞാനും വരും കേൾക്കാൻ വേണ്ടിയിരിക്കാം. സംഗീതം കേൾക്കുകയും അത് ആസ്വദിക്കുകയും കുറ്റം പറയാതെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. വ്യത്യസ്തനാമൊരു പന്തളം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സത്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള നന്മകൾ ചെയ്തു പോകണം. നമ്മുടെ ഒരു ജീവിതമുള്ള ആ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ചെയ്തു പോകുമ്പോഴാണ് വ്യത്യസ്തരാകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളുടെ ഓർക്കസ്ട്ര ടീമിന്, ബലമായ ഓർക്കസ്ട്ര ടീമിന് നല്ലൊരു കൈയടി കൊടുത്തു ഒരിക്കൽ കൂടി.